തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയ കേരളത്തിന്റെ ദിശാസൂചികൾ പല വഴിക്ക് പല രൂപത്തിൽ മാറുകയാണ്. പരമ്പരാഗതമായി ബി ജെ പിക്ക് കുറച്ച് വോട്ടുണ്ട്, വളരെ കുറച്ച് വോട്ടാണ്. അത് ഹിന്ദു മുന്നണിയുടെയും RSS സംഘപരിവാറിന്റെയും ചെറിയ വോട്ടാണ്. അവിടെ നിന്ന് മാറി അവർ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന നിലയിലേക്കൊക്കെ വന്നു. കേരളത്തിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ അവർ ഞെട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊല്ലം കോർപ്പറേഷനിൽ അവർ വലിയ മുന്നേറ്റമുണ്ടാക്കി. അതേസമയം അവരുടെ കയ്യിലിരുന്ന പന്തളം നഗരസഭ പോയി. അത് പിന്നെ പാലക്കാട് ഒരു ഗ്രൂപ്പ് പോരിൽ പെട്ട് കിടക്കും. നമ്മൾ പലവട്ടം പറഞ്ഞതാണ്, പാലക്കാടിന്റെ ഗ്രൂപ്പ് പോര് പലവട്ടം പറഞ്ഞതാണ്, നമ്മൾ തന്നെ ഈ ചാനലിൽ പറഞ്ഞതാണ്. എന്നാൽ കേരളത്തിൽ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ബി ജെ പിക്ക് ഒരു 10,000 വാർഡെങ്കിലും കിട്ടേണ്ടതാണ്, പക്ഷെ അത് കിട്ടിയിട്ടില്ല. കേരളമാകെ പരിശോധിക്കുമ്പോൾ ബി ജെ പിക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്കും നേട്ടങ്ങൾക്കും ഇടയിലൊക്കെ നമ്മൾ മറ്റൊരു കാര്യം ഇനി ചർച്ച ചെയ്യാതെ പോകാനാകില്ല. അതിപ്പോൾ ഡോക്ടർ ജയപ്രഭാഷിനെ പോലെയുള്ളവർ, ഡോക്ടർ ഗോപകുമാറിനെ പോലെയുള്ളവർ, രാഷ്ട്രീയ നിരീക്ഷകർ, പൊളിറ്റിക്കൽ അനലിസ്റ്റുകൾ എല്ലാം പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യം, കേരളത്തിൽ ഏതെങ്കിലും ഒരു നേമത്ത് ഒരു രാജഗോപാൽ നിന്നതുകൊണ്ട് ജയിച്ചു, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു തൃശ്ശൂർ നിന്നത് സുരേഷ് ഗോപി നിന്നതുകൊണ്ട് ജയിച്ചു, അത് വ്യക്തിയധിഷ്ഠിതമായ ചില ജയങ്ങൾക്കപ്പുറം ബി ജെ പിക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിടത്തുനിന്ന് മാറി കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. നമ്മൾ ഇതുവരെ പഠിച്ചിരുന്നത് കോൺഗ്രസ് വിമുക്ത ഭാരതം ഉണ്ടാക്കി, കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ട്, UDF ഒഴിവാക്കിക്കൊണ്ട് ഭാവിയിൽ 2021, 26 അല്ലെങ്കിൽ 36 വരുമ്പോൾ CPM വേഴ്സസ് BJP ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, കോൺഗ്രസ് ഇല്ലാതാകും എന്നാണ് പല പ്രവചനങ്ങളും നടന്നത്. BJP അങ്ങനെ ചില അടവും തന്ത്രങ്ങളും തന്നെയാണ് പ്രയോഗിച്ചു പോയത്. അടുത്ത 10 വർഷം കൊണ്ട് കോൺഗ്രസിനെ തകർക്കുക, ആ സ്പേസിൽ BJP വരിക എന്നുള്ളതായിരുന്നു. പക്ഷേ അത് മാറി CPM തകർത്ത് BJPക്ക് വരാൻ പറ്റുമോ എന്നുള്ള ഒരു പരീക്ഷണം കൂടി രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഇത് പറയാൻ കാരണം തിരുവനന്തപുരത്ത് നോക്കൂ, കോർപ്പറേഷനിൽ 50 സീറ്റുകളിൽ BJP ജയിച്ചു എന്നുള്ളതല്ല വിഷയം. പരമ്പരാഗതമായ CPM വോട്ടുകളിൽ വലിയ ചോർച്ച ഉണ്ടായിരിക്കുന്നു. കോഴിക്കോട് BJPയുടെ CPMന്റെ പഴയ മേയർമാരായ ഡോക്ടർ ബീന ഫിലിപ്പിന്റെയും പ്രേമജയും ഒക്കെ മത്സരിച്ച പൊറ്റമ്മൽ വാർഡ് ചരിത്രത്തിലാദ്യമായി BJP അവിടെ ജയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അതിന്റെ അടുത്ത വാർഡുകൾ. അപ്പൊ BJPയുടെ എൻട്രി എന്ന് പറയുന്നത് ഇനി BJPയെ കൂടി കൺസിഡർ ചെയ്യാതെ, പരിഗണിക്കാതെ കേരള രാഷ്ട്രീയത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വെക്കുന്ന കാര്യം. മാറാത്തത് മാറും, മാറ്റും ഞാൻ എന്നുള്ള ഒരു മുദ്രാവാക്യം, മാറാത്തതിന് മാറും എന്നുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ ടാഗ് ലൈൻ അത് കേരളം ഏറ്റെടുത്തു. കുറച്ച് സ്ഥലത്തെങ്കിലും, പ്രത്യേകിച്ച് തിരുവനന്തപുരം. ഇപ്പൊ ഡൽഹി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയും അവർക്ക് പിന്നെ രാജ്യം പിടിക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. തല പിടിച്ചാൽ പിന്നെ തലസ്ഥാനം നിന്ന് താഴോട്ട് പിടിക്കാമെന്നത്. എന്തായാലും വേറെ ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ട് BJP സംബന്ധിച്ച്. തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി 45 ദിവസത്തിനകത്ത് വരുമെന്ന് കേൾക്കുന്നു. അവർ ഇവിടെ പ്രത്യേക മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്നു. പിന്നെ അവരെ കൂടെ നല്ല ടീമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും BJPക്ക് വലിയൊരു സാധ്യത തിരുവനന്തപുരത്തുണ്ട്. ആ സാധ്യത വെച്ചുകൊണ്ട് അവർക്ക് കേരളത്തിലേക്ക് പോകാൻ പറ്റുമോ? ഇനി കേരളത്തിന്റെ മുന്നണി രാഷ്ട്രീയത്തിൽ എന്തൊക്കെ സംഭവിക്കാം? കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ വാട്ടർലൂ ആയി ഈ തെരഞ്ഞെടുപ്പ്. അവർ കോട്ടയത്ത് തന്നെ ചിഹ്ന ഭിന്നമായിരിക്കുന്നു. ഇടുക്കിയിലെ ഉടുമ്പൻചോലയിലും അതുപോലെ തന്നെ റോഷി അഗസ്റ്റിന്റെ മണ്ഡലങ്ങളിലൊക്കെ മുഴുവൻ വോട്ടും പിടിച്ചിരിക്കുന്നത് UDF ആണ്. അപ്പൊ അതുകൊണ്ട് ജോസഫ് ഗ്രൂപ്പ് വളരെ ശക്തമായി തിരിച്ചു വന്നിരിക്കുകയാണ്. അവർ നേരത്തെ ശക്തിയുള്ളവരാണ്, ഇപ്പോൾ ഒന്നുകൂടി ശക്തമായി ജോസഫ് ഗ്രൂപ്പ് കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ശക്തമായി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഈ പശ്ചാത്തലത്തിൽ മാണി ഗ്രൂപ്പിന് എങ്ങോട്ട് പോകും? അത് BJPയിലേക്ക് പോകുമോ, അതോ UDF പോകുമോ? അതുപോലെ ഗണേഷ് കുമാറിന്റെ പാർട്ടി എന്താണ് സംഭവിക്കുക? അവർ BJPയുമായിട്ട് സഖ്യമുണ്ടാക്കുമോ? കാരണം ഇതിനൊന്നും യാതൊരു തത്വവും ദിശയും ന്യായവും അന്യായവും ഒന്നും ഉള്ളതല്ല. ഏത് പാർട്ടിയിലേക്ക് പോകാമെന്നുള്ളതാണ്. അവർ UDF പോകുമോ ഗണേഷിന്റെ പാർട്ടി? അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ BJP എന്ന പാർട്ടിയെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. കാരണം BJP ഒരു സാന്നിധ്യമായി തന്നെ ഇവിടെ ഉണ്ട്. അവർക്ക് ജയിക്കാവുന്ന സാന്നിധ്യം. പലപ്പോഴും അവർ വോട്ട് 3 പോകുമ്പോൾ അവർ 2ാം സ്ഥാനത്ത് ചിലയിടത്ത് വരും, ചിലയിടത്ത് അവർക്ക് 3ാം സ്ഥാനത്ത് വരും. അങ്ങനെ വരുന്നല്ലാതെ ജയിക്കാവുന്ന നിലയിൽ BJP വന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ജയിക്കാവുന്ന നിലയിലും BJP വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നേമം, വട്ടിയൂർക്കാവിൽ സമ്പൂർണ്ണമായി അവരാണ് എല്ലാ വോട്ടിൽ മുന്നിൽ നിൽക്കുന്നത്. കഴക്കൂട്ടത്ത് അവർ നിർണായക ശക്തിയാണ്, കാട്ടാക്കടയിൽ അവർ നിർണായക ശക്തിയാണ്, കോവളത്ത് അവർ നിർണായക ശക്തിയാണ്, തിരുവനന്തപുരം സെൻട്രലിൽ അവർ നിർണായക ശക്തിയാണ്, തിരുവനന്തപുരത്ത് അവർ വളരെ നിർണായക ശക്തിയാണ്. കൊല്ലത്ത് ചെല്ലുമ്പോൾ ചാത്തന്നൂരിൽ കഴിഞ്ഞ പ്രാവശ്യം അവർ 2ാം സ്ഥാനം കിട്ടിയവരാണ്. അവരിപ്പോൾ അവിടെ ശക്തരായി മുന്നിൽ, നല്ല കാൻഡിഡേറ്റ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ നോക്കും. പിന്നെ കൊല്ലം കോർപ്പറേഷനിൽ അവർ നന്നായി പിടിച്ചിട്ടുണ്ട്, കോഴിക്കോട് കോർപ്പറേഷനിൽ പിടിച്ചിട്ടുണ്ട്, വയനാട് അവർ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് BJP സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ പരിശോധിച്ചാൽ അമിത്ഷാ സങ്കടപ്പെടുന്നുണ്ട്. കാരണം തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടത്ത് അമിത്ഷാ വന്ന് പറഞ്ഞത് 10,000 സീറ്റ്, 10,000 പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളും അതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നുമാണ്. അതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു, പക്ഷെ 10,000 വാർഡ് പിടിക്കാൻ
കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 16 വാർഡ് പിടിച്ച് ഏകദേശം 40% വാർഡ് പിടിക്കും. അങ്ങനെ പിടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. 20% വോട്ടിംഗ് പാറ്റേൺ എത്തിയിട്ടുണ്ടുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ കണക്കുകൾ വരേണ്ടതുണ്ട്. അപ്പൊ എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിന്റെ വിശകലനം നടത്തുന്നവർ BJPയിലേക്ക് CPM-കാരും പോകും എന്നുള്ളതാണ് കേരള രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പഴയ കാലത്ത് CPM-കാരെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ അവർ വോട്ട് ചെയ്യാൻ പോകില്ല, പരമാവധി പോകും, പോകാതിരുന്നിട്ട് മാക്സിമം പോയാൽ കോൺഗ്രസിന് വോട്ട് കൊടുക്കും, അതിനപ്പുറം അവർ വോട്ട് ചെയ്യില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്ന മറ്റൊരു പ്രത്യേകത, CPM-കാർ തന്നെ ശക്തമായി BJPക്ക് വോട്ട് ചെയ്യുന്ന ഒരു താമരയ്ക്ക് വോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യുന്നു, BJPക്കാരും ശക്തമായി CPM-കാരും ശക്തമായി BJPക്ക് വോട്ട് ചെയ്യുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. ഇനി BJPയോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു കോർപ്പറേഷൻ കിട്ടി, അത് നിങ്ങൾ മര്യാദയ്ക്ക് കൊണ്ടുപോയാൽ വീണ്ടും നിങ്ങളുടെ സാധ്യത വലുതായിരിക്കും. അല്ല, നിങ്ങൾ ഒരു ഭരണം നടത്തിയവരെക്കാൾ വ്യത്യസ്തമായി നിങ്ങൾ അവിടെ കയറി ഇരുന്നിട്ട് നിങ്ങളുടേതായ PR വർക്കും ചെയ്ത് മാത്രം പോയാൽ വീണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കും. ഇന്നലെ ഒരാൾ പറഞ്ഞ ഒരു വാചകമുണ്ട്, ഈ നാട്ടുകാരുടെ വിശേഷങ്ങൾ എടുക്കുന്ന കൂട്ടത്തിൽ ഏത് ചാനലിൽ ഞാൻ ശ്രദ്ധിച്ചില്ല, ഒരാൾ പറഞ്ഞു, ശശി തരൂര് ഇവിടെ ജയിക്കാമെന്ന് ആദ്യമായി മത്സരിച്ച് വന്നു, ഇത് ബാഴ്സലോണ ആക്കുമെന്ന് പറഞ്ഞു. അയാൾ 4 പ്രാവശ്യം മത്സരിച്ച് ജയിച്ചു, ഒന്നും ആക്കിയില്ല. അതുപോലെ ആയി പോകുമോ? പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനം ഭരിക്കുന്നത് വേറൊരു പാർട്ടിയാണ്, നിങ്ങൾക്ക് കോർപ്പറേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെ ആശ്രയിച്ച് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്നാൽ അദാനി ഇവിടെയുണ്ട്, അദാനിക്ക് പോർട്ടുണ്ട്, പിന്നെ എയർപോർട്ടുണ്ട്, ഇത് രണ്ടും നടത്തിപ്പ് അദാനിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് CSR പ്രോജക്റ്റുകളൊക്കെ ധാരാളമായി ചെയ്യാൻ പറ്റും. വളരെ അടിസ്ഥാനപരമായ ഒരു മനോഹരമായ ഒരു സിറ്റി നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ ഒരു തടസ്സവുമില്ല. മാലിന്യമില്ലാതെ, പട്ടികളുടെ ശല്യമില്ലാത്ത, ടൂറിസത്തെ വലിയ തോതിൽ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന, പ്രത്യേകിച്ച് വേളി, ആക്കുളം, കോവളം എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്, വിഴിഞ്ഞം എല്ലാം ഉണ്ട്. വളരെ വലിയ ടൂറിസം സർക്യൂട്ട് ഉണ്ടാക്കി വലിയ രീതിയിൽ കേരളത്തെ കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ ആദിശങ്കരൻ മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾ വന്ന് സിരിന ഗുരുദേവൻ വരെയുള്ള ആളുകളുടെ ഒരു വലിയ പരമ്പര കേരളത്തിലുണ്ട്. അതിനെയൊക്കെ പുതിയ തലമുറയിൽ പരിചയപ്പെടുത്തുന്ന ഒരുപാട് ടൂറിസം സാധ്യതകൾ വലിയ തോതിൽ തിരുവനന്തപുരത്തുണ്ട്. അതുപോലെ വെള്ളപ്പൊക്കം, പിന്നെ വെള്ളക്കെട്ട് എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് തിരുവനന്തപുരത്ത്. പട്ടികളുടെ ശല്യം, നായശല്യം വലിയ പ്രശ്നമാണ്. മാലിന്യ സംസ്കരണം ഒരു കീറാമുട്ടിയാണ്. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. ഇതിനെയൊക്കെ നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും കേരളത്തിൽ നിങ്ങളെ ശബ്ദം കേൾക്കാൻ ആളുകൾ ഉണ്ടാകും. അല്ലെങ്കിലും കേരളത്തിൽ ഇനി BJPയുടെ ശബ്ദം കേൾക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കേരളം 2 മുന്നണി എന്നുള്ളിടത്തുനിന്ന് മാറി 3 മുന്നണിയാണ്. ഈ 3 മുന്നണിയായി നിൽക്കുമ്പോൾ ഏത് മുന്നണിയാണ് ക്ഷയിക്കുക എന്നുള്ളത്, നേരത്തെയൊക്കെ കോൺഗ്രസ് ക്ഷയിച്ചാണ് BJP വളർന്നുകൊണ്ടിരുന്നെങ്കിൽ ഇനി CPM-ഉം ക്ഷയിക്കും. അപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വേഴ്സസ് BJP ആണോ, അതായത് UDF വേഴ്സസ് NDA ആണോ, അഥവാ LDF വേഴ്സസ് NDA ആണോ എന്ന് മാത്രമേ അറിയാനുള്ളൂ. എന്തായാലും ഏതെങ്കിലും ഒരു മുന്നണി കേരളത്തിൽ ഇല്ലാതാകും. തൽക്കാലം അത് LDF മുന്നണിയാണ് നിൽക്കുന്നത്. പക്ഷെ അപ്പോഴും ജില്ലാ പഞ്ചായത്തുകളുടെ കണക്കെടുത്താൽ 7 ജില്ലാ പഞ്ചായത്ത് LDF-നുണ്ട്, 7ആണ് UDF-നുള്ളത്. നിയമസഭയുടെ കണക്കെടുത്താൽ 80 സീറ്റുകൾ, പിന്നെ സീറ്റുകളിൽ UDF ആണ് ജയിച്ചിരിക്കുന്നത്. 58 സീറ്റുകളിലാണ് LDF ജയിച്ചിരിക്കുന്നത്. ബാക്കി 2 സീറ്റിൽ നേമത്ത് മട്ടൂർക്കാവിലും BJP-യാണ് ജയിച്ചിരിക്കുന്നത്. ഇതാണ് ഒരു ഇലക്ഷൻ അനാലിസിസ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും BJPക്ക് ഇനി ഒരുപാട് ഹോംവർക്ക് ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ, അവർ സുരേഷ് ഗോപിയെ കൊണ്ടുവന്ന ഒരു വ്യക്തിയെ കൊണ്ട് മാത്രം തൃശ്ശൂർ പിടിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ കലിംഗ് സഭ നടത്തി, ഇന്നലെ കലിംഗ് യോഗം നടത്തി, എല്ലാം ഫ്ലോപ്പായി. പിന്നെ കോഫി വിത്ത് സുരേഷ് ഗോപി, ഇതെല്ലാം ഫ്ലോപ്പായിരുന്നു. അതുകൊണ്ട് സുരേഷ് ഗോപിയെ മാത്രം വെച്ചുകൊണ്ട് തൃശ്ശൂർ പിടിക്കാൻ കഴിയില്ല. തൃശ്ശൂർ വളരെ വലിയ രീതിയിലാണ്, പത്മജയെ വെച്ചുകൊണ്ട് കഴിയത്തില്ല. തൃശ്ശൂരിലേക്ക് നിങ്ങൾ വേറെ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യണം. കോഴിക്കോട് നിങ്ങൾക്കൊരു എൻട്രി കിട്ടിയിട്ടുണ്ട്, അതൊരു മാസ് എൻട്രി ആകണമെങ്കിൽ അവിടെ വേറെ ഒരുപാട് കാര്യങ്ങൾ. എന്തായാലും 8000 സ്ഥലത്ത് നിങ്ങൾക്ക് സീറ്റിൽ ആളെ നിർത്താൻ കഴിഞ്ഞില്ല. അത് 3000 ആണെന്ന് MD രമേശ് പറയുന്നു. പക്ഷേ 8000 സ്ഥലമെന്നാണ് പത്രങ്ങളിലൊക്കെ വന്നത്. എന്തായാലും കുറെ അധികം സ്ഥലത്ത് നിങ്ങൾക്ക് ആളെ നിർത്താൻ കഴിഞ്ഞില്ല. ഇതെല്ലാം പരിഹരിക്കുന്ന ഒരു സംഘടനാ സിസ്റ്റം ഉണ്ടാക്കിയാൽ, അത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരാളിനെ വെച്ചുകൊണ്ട് മാത്രം ഇങ്ങോട്ട് പോകാൻ കഴിയില്ല. ഞാനൊരു കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട്, BJPക്കാരുടെ നിങ്ങൾ ഇങ്ങനെ അർമാദിച്ചു പോകുന്ന BJP പ്രവർത്തകരെ, സാധാ പ്രവർത്തകർ മുതൽ സംഘപരിവാർ മുതൽ രാജീവ് ചന്ദ്രശേഖർ വരെ ഉള്ളവരെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് വെങ്ങാനൂർ പഞ്ചായത്ത് കിട്ടി തിരുവനന്തപുരം ജില്ലയിൽ, അടുത്ത പ്രാവശ്യം നിങ്ങൾ കളഞ്ഞു കുളിച്ചു. കല്ലിയൂർ പഞ്ചായത്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടി, നിങ്ങൾ കളഞ്ഞു കുളിച്ചു. നിങ്ങൾക്ക് കുളനട പഞ്ചായത്ത് കിട്ടി, നിങ്ങൾ എന്ത് ചെയ്തു? പന്തളം മുനിസിപ്പാലിറ്റി കിട്ടി, നിങ്ങൾ കളഞ്ഞു കുളിച്ചു. അതുപോലെ തന്നെ പാലക്കാട് നഗരസഭ കിട്ടി, നിങ്ങൾക്കകത്തുള്ള അടി കൊണ്ട് തന്നെ അത് പുലർന്നു പോയി. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച്, നിങ്ങൾ കിട്ടുന്ന അധികാരം കിട്ടുന്ന സ്ഥലങ്ങളിൽ ശ്രദ്ധിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ കല്ലിലടിച്ച പൂക്കല പോലെ ജനങ്ങൾ, നിങ്ങൾ വോട്ട് ചെയ്ത ജനങ്ങൾ തന്നെ വീണ്ടും മാറി വോട്ട് ചെയ്യും. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ വലിയ തോതിൽ കേരളത്തിൽ നടക്കുന്നുണ്ട്. അവർ എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അവർ
അതുപോലെ തന്നെ പ്രതികരിക്കും. നിങ്ങൾക്കൊരു പ്രത്യേക അവസരം കിട്ടിയതിനുള്ള ഞങ്ങളുടെയും സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിക്കുന്നു. തീർച്ചയായിട്ടും തിരുവനന്തപുരം നിങ്ങൾക്കൊരു മാസ് എൻട്രി ആകട്ടെ.